അസ്സലാമലൈക്കും. ജസ്ന സ്പൈസസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറിയൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി ഒരു 3 പച്ചമുളക് വേണം. പിന്നെ വേണ്ടത് ഒരു തേങ്ങ ചിരകിയത്. പിന്നെ ഇതുപോലെ 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പഴുപ്പുള്ള നേന്ത്രപ്പഴമാണ്. പിന്നെ വേണ്ടത് നെയ്യ് വേണം. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടെ വേണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഇത് തൊലി കളഞ്ഞ് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് ഇതുപോലെ 4 പീസായിട്ടാണ് ചെയ്യുന്നത്. ഈ സെയിം മെത്തേഡ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ഇടാണ്ടും ചെയ്യാം. അപ്പോൾ പഴമൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഒന്ന് മെൽറ്റായി വന്നാൽ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം കൂടെ ചെറുതായി ഒന്ന് വാടി വരുന്നവരെ ഇതുപോലെ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. ചെറിയൊരു കളർ ചേഞ്ച് ആയി വരും. അപ്പോൾ അതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ സ്പൈസി ഇഷ്ടമുണ്ടെങ്കിൽ ഒരു 2-3 പച്ചമുളകും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറുതായി കളർ മാറി വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ രാത്രി ഡിന്നറായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ വൈകുന്നേരത്തെ ചായക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾ കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ചൊരു കളറിന് വേണ്ടിയിട്ടാണ്. നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇടുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായി പഞ്ചസാര മെൽറ്റാകുന്ന വരെ നമുക്ക് നന്നായി ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യുക. ഇപ്പോൾ ലാസ്റ്റ് അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം വാട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിൻ്റെ മേലെ കുറച്ച് കാഷ്യൂ നട്ട് റോസ്റ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ കമൻസിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.